അപ്പോൾ ഞങ്ങളങ്ങനെ നാഷണൽ സുവോളജിക്കൽ പാർക്ക് കാണാനായിട്ടുള്ള യാത്ര ഞങ്ങൾ ആരംഭിക്കുകയാണ്. 2 ബൈക്കിലായിട്ടാണ്, ഒരു സ്കൂട്ടിയും ഒരു ബൈക്കും ആയിട്ടാണ് ഞങ്ങളിങ്ങനെ യാത്ര പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് സുപ്രീം കോർട്ടിൽ തന്നെ മെട്രോ സ്റ്റേഷനിലാണ്. നമുക്ക് സുവോളജിക്കൽ പാർക്കിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ സുപ്രീം കോർട്ടിൽ നിന്ന് തന്നെ മെട്രോ സ്റ്റേഷനാണ്. അതിൻ്റെ പഴയ പേര് പ്രഗതി മൈതാൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ പേര് മാറ്റി സുപ്രീം കോർട്ടിൽ നിന്നാക്കിയിട്ടുണ്ട്. നമ്മളവിടെ എത്തി, പുറത്താണ് നമ്മളിപ്പോൾ. നല്ല തിരക്കാണ് പുറത്തത്. സുവോളജിക്കൽ പാർക്കിൻ്റെ അകത്ത് വന്നേക്കാണ്. ഇന്ന് ഞായറാഴ്ച കാരണം നല്ല തിരക്കുണ്ട്. കറുത്തരയൻ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ജീവിതം നമ്മൾ കണ്ടത്. കറുത്തരയൻ ഇതൊരു ഇതിന് നല്ലൊരു ഏരിയ കൊടുത്തേക്കാണ്. ഇതിനൊരിക്കലും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, ഇതിനൊരു കൂട്ടിലിട്ടേക്കാണ്. ഇത്രയും വലിയൊരു ഏരിയ തടാകം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇതിനെ സംരക്ഷിച്ചിട്ടുള്ളത്. ഒപ്പം വെള്ളം, ഫ്രഷ് വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സംവിധാനമായിട്ടാണ്. മൃഗങ്ങളെ ഒരിക്കലും പീഡിപ്പിക്കലല്ല. ഇതിനകത്ത് ഓടിക്കാനായിട്ട് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള വണ്ടി ഉണ്ട്. ഇതുമാതിരി 1, 2, 3, 6, 9, 12 പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന, 12 അല്ല, 15 പേർക്കൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന സർവീസ് ഇതിനകത്ത് അവൈലബിളാണ്. ഞായറാഴ്ച ദിവസമായ കാരണം കൊണ്ട് നല്ല തിരക്കാണ് എല്ലാ സ്ഥലത്തും. എല്ലാ ടിക്കറ്റ്, ഇത് ബാറ്ററി ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള വണ്ടി ടിക്കറ്റ് എടുക്കാനുള്ള ഒരു വരിയാണ്. 70 ഒരു ഹായ് പറഞ്ഞേ, ഹായ്, ഒരു ഹായ് പറഞ്ഞേ, അമ്മ ഒരു ഹായ് പറഞ്ഞേ. എബി ഫുൾ ഹാപ്പിയാണ്. അടുത്ത് നമ്മൾ ഹോക്ക് ഡിയറിനെ ആയിട്ടാണ് കാണാൻ പോണത്. ഇവിടെ കുറെ ഹോക്ക് ഡിയറൊക്കെ ഉണ്ട്, കൂടെ മയിലും ഉണ്ട്. ഐസ്ക്രീം കഴിക്കണവരിനൊക്കെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുരങ്ങന്മാരെ കൂടെ നിൽക്കണം. കണ്ട നല്ല സൂപ്പറായിട്ട് വണ്ടയിലിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ഗോറിനായിട്ട് കാണാൻ പോണത്. വലിയൊരു വാസസ്ഥലം തന്നെ ഇവർക്ക് കൊടുത്തേക്കാണ്. ഓരോ ജീവികൾക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാനും കളിക്കാനും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് അവർക്ക് വെള്ളം കുടിക്കാൻ ഒരു ചെറിയൊരു തടാകമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്.
തോത്തയാട്ടോ, തോത്ത. ഈ ഹിന്ദി നാട്ടിലെ തോത്തകളൊക്കെ നല്ല വലിപ്പമുള്ള തത്തകളാണ് ഉണ്ടാവുക. തോത്ത എന്ന് പറഞ്ഞാൽ തത്തയാട്ടോ. തരമുള്ള തോത്തയാട്ടോ, ചാലിൻ്റെ ഇരിക്കുന്ന പോലെയുണ്ട്. അങ്ങ് കേരളത്തിൽ നിന്ന് വന്നിട്ട് ഡൽഹിയിലത്തെ അനിയനെയാണ് ഞാനേ എഴുന്നേൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം മെട്രോയിൽ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ ഔട്ടിങ് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ അടിപൊളിയായിരുന്നു. പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഡൽഹിയിലൊക്കെ വരുമ്പോൾ ഷൂ ഒന്ന് എന്തായാലും വിസിറ്റ് ചെയ്യണം. ഒരു ദിവസത്തെ പ്ലാൻ ചെയ്തിട്ട് വേണം പോകാൻ. കാരണം അവിടെ നമുക്കൊരു നിങ്ങൾ ഉച്ചയ്ക്ക് കയറിയിട്ട് വൈകുന്നേരം 6 മണി വരെ നമുക്കവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഒരു ഹാഫ് ഡേനേക്കാൾ കൂടുതൽ നമുക്ക് എന്തായാലും അതിന് വേണ്ടിയിട്ട് ചിലവാകും. പക്ഷേ സംഗതി മുതലാകും. സംഭവം അടിപൊളിയാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വലിയൊരു ഇതായിരിക്കും. നമ്മളൊരു കാട്ടിൽ വന്നിട്ട് മൃഗങ്ങളെ കാണുന്നൊരു ഫീലിംഗാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ഭംഗിയായിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി ഈ വീഡിയോയും അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.